ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വർഷം എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ ഒരുപാട് ഓൺലൈൻ ട്യൂഷൻ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആർട്സും കാര്യങ്ങളും അവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനലുകളും ഒക്കെ കാണുന്നുണ്ടാകും. അവരേകദേശം ഫീസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ തരുന്ന അതേ കണ്ടൻറ്റുകൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ RVS മാത്സ് അക്കാദമി എഞ്ചിനീയറിംഗ് എടുക്കുന്ന KTUവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും അറിയാവുന്നൊരു ചാനലാണ് ഈ RVS മാത്സ് അക്കാദമി എന്ന് പറയുന്നത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി, ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി, ഒരുപാട് ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ടീച്ചർ വളരെ ഇൻഡെപ്തായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് RVS മാത്സ് അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു മാത്സിൻ്റെ ഒരു ചാപ്റ്ററിന് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓൺലൈൻ ആണെങ്കിലും ശരി, ഓഫ്ലൈൻ ആണെങ്കിലും ശരി, ഒരു മൊഡ്യൂളിന് തന്നെ പല ആളുകളും വലിയ വലിയ വിലകളാണ് മേടിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ RVS മാത്സ് അക്കാദമി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് സെറ്റാണ്. അപ്പോൾ ചോദിക്കും, 2024 സ്കീമിലെ വീഡിയോസ് ഇതിലില്ലല്ലോ, 2019 15 ഉള്ളൂ എന്ന് ചോദിച്ചെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിലബസ് എത്ര അപ്ഡേറ്റ് ആക്കിയെന്ന് പറഞ്ഞാലും എഞ്ചിനീയറിംഗിലെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് തന്നെയാണ്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ സിലബസ് തന്നെയാണത്. ഇപ്പം നിങ്ങൾ മാത്തമാറ്റിക്സ് എടുക്കുന്നവർ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇതൊക്കെ പഠിക്കണം. അത് ഇപ്പോഴാണെങ്കിലും ശരി, 2050 ശരി, 2060 ശരി, എഞ്ചിനീയറിംഗിലെ മാത്തമാറ്റിക്സ് മരിച്ചു പോകുന്നില്ല. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന ഒരാൾ ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ സോളിഡ്സും ഒക്കെ പഠിക്കേണ്ടി വരും. ഇലക്ട്രിക്കൽ എടുക്കുന്ന ആളുകൾ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. ബേസിക് ഇലക്ട്രിക്കൽ പഠിക്കണം, കിർച്ചോഫ് ലോ പഠിക്കണം. ഇതൊന്നും മാറാൻ പോകുന്നില്ല. ഇതൊക്കെ ട്രഡീഷണലായിട്ട് അന്നും ഇന്നും ഒരു 100 വർഷം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെ നിലനിൽക്കും. പക്ഷേ എന്താണ് മാറുന്നത്? ഇപ്പോൾ ഈ 2024 പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ നമ്മളിപ്പോൾ കേൾക്കുന്ന കുറേ പൈതൺ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയെന്നേ ഉള്ളൂ. അല്ലാതെ പഴയ സിലബസ് അപ്പാടെ എടുത്തു മാറ്റിയിട്ട് പഴയതൊന്നും കൊള്ളില്ല അങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴും പഠിക്കാനുണ്ടാവുക. എൻജിനീയറിങ്ങിൻ്റെ സിലബസ് എന്ന് പറയുന്നത് മാറാൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഫീസ് കൊടുത്തിട്ട് എവിടെയും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ കണ്ടൻറ്റുകൾ അവൈലബിൾ ആണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കാമാണെന്നുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ. പല ആളുകളും ഫീസ് മേടിച്ച് കഴിഞ്ഞിട്ട് അവർ ഫോം വിളിക്കും, അല്ലെങ്കിൽ അവരുടെ ആഡ്സ് കൊടുക്കും. അപ്പോൾ അവർ വലിയ എന്തൊക്കെ കാര്യങ്ങൾ പറയും. നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് യൂട്യൂബിലുണ്ടായിരുന്നല്ലോ, ഇത്രയും പൈസ കൊടുത്ത് ഞാൻ പഠിക്കേണ്ടി ഇരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, ഇനി നിങ്ങൾ KTUയുടെ ഫിസിക്സിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ KTU ഫിസിക്സ് എന്ന് നിങ്ങൾ കൊടുത്താൽ മതി. S1 എന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേതാണ്ട സജി മോഹൻ എന്ന് പറയുന്ന സാറിൻ്റെ ഈ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്ററുകളുടെയും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ഇവിടെ തന്നെ ഒരുപാട് ചാനലുകളുണ്ട്. ഫിസിക്സിൻ്റെ, മാത്തമാറ്റിക്സിനുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ നോക്കുന്നത് ഫിസിക്സിൻ്റെ RVS മാത്സ് അക്കാദമിയാണ്. പിന്നെന്താണ് പറയേണ്ടത്? ഇതേപോലെ തന്നെ നിങ്ങൾ കെമിസ്ട്രി വേണമെങ്കിൽ കെമിസ്ട്രി, ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ പുതിയതായിട്ട് പൈതൺ ഇപ്പം നിങ്ങളുടെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് പൈതൺ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പൈതൺ എന്താണ് നിങ്ങളുടെ കാര്യം, പൈതൺ ഫോർ മെഷീൻ ലേണിംഗ് ആണെങ്കിൽ മെഷീൻ ലേണിംഗ്, അല്ലെങ്കിൽ പൈതൺ നേസോ അക്കാദമി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, പൈതൺ നേസോ അക്കാദമി. അതിൽ ഇതുകൊണ്ടോ 115 വീഡിയോസ്. ഇതൊക്കെ ഭയങ്കര ഇൻഡെപ്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയൊന്നും ഒരു ചാനലിലും എത്രയൊക്കെ പൈസ മേടിച്ചിട്ടാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകാരും ഇതൊന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പോകുന്നില്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യം സത്യം പറഞ്ഞാലില്ല. ഓക്കെ, ഒരു കാര്യവുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരല്ലേ, കീമിന് മാർക്ക് മേടിച്ചു ഇത്രയും സ്കോറൊക്കെ മേടിച്ച ആൾക്കാർക്ക് ഇംഗ്ലീഷ് കേട്ടാൽ അറിയത്തില്ലേ? മലയാളത്തിൽ യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ യൂട്യൂബ് ചാനലുണ്ട്, അത് നിങ്ങൾ കാണൂ.
നിങ്ങൾക്കപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾ വെറുതെ ഫീസ് കൊടുത്തിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും ഈ ബി.ടെക്കിന് ട്യൂഷന് ചേരണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ, അത് വളരെ ചുമ്മാ ഒരു വേസ്റ്റ് ഡിസിഷൻ ആയിപ്പോവും. കാരണം നമ്മൾ ഒരുപാട് പൈസ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും വളരെയധികം പൈസയാണ് വാങ്ങുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെറിയ പൈസയും വാങ്ങുന്നുണ്ട്. നമ്മൾ ചെറിയ പൈസയും വലിയ പൈസയും കൊടുക്കേണ്ട കാര്യമില്ല, എന്തൊക്കെയാണെങ്കിലും പൈസയാണല്ലോ. ഇതൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇതിനുള്ള കണ്ടൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം തന്നെ ഒരുപാട് ആർട്സും ഒക്കെ പല യൂട്യൂബ് ചാനലിലും ഇറക്കുന്നുണ്ട്. നിങ്ങളതൊന്നും കണ്ട് വീഴേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യം ഉണ്ട്. നിങ്ങളുടെ പൈസ വെറുതെ കൊണ്ട് നിങ്ങൾ കളയേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.